കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വന്ദനം അറിയിക്കുന്നു. പ്രത്യാശോത്സവം എന്ന അനുഗ്രഹീത പ്രോഗ്രാം കോട്ടയത്ത് വളരെ അനുഗ്രഹപ്രദമായി നടക്കുന്നു. പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വളരെ അനുഗ്രഹമാണെന്ന് അറിയാൻ കഴിയുന്നതിൽ ദൈവത്തിന് സ്തോത്രം. എല്ലാ പ്രേക്ഷകരും ആ മഹായോഗത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. കഴിയുന്നിടത്തോളം നിങ്ങൾ പങ്കെടുക്കുക. സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുമിച്ച് ഈ അനുഗ്രഹീത നിമിഷം തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. അതിനാധാരമായി 1 യോഹന്നാൻ 3-ാം അധ്യായം 2-ാം വാക്യം എല്ലാവരുടെയും ശ്രദ്ധയിലേക്കായി ഞാൻ വായിക്കുന്നു. 1 യോഹന്നാൻ 3-ാം അധ്യായം 2-ാം വാക്യം. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെയും പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും എന്ന് നാം അറിയുന്നു. വളരെ അനുഗ്രഹീതമായ വേദഭാഗമാണ്. പ്രത്യാശ എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ മാസം മുഴുവനായി ചിന്തിച്ചു വരുന്നത്. ഇവിടെ ഭക്തൻ വ്യക്തമായി രേഖപ്പെടുത്തുന്ന ഒരാത്മീക ചിന്ത, ഒരാത്മീയൻ ക്രിസ്തു ഭക്തൻ അറിയേണ്ട 3 അറിവുകൾ ഈ വേദഭാഗത്തിലുണ്ട്. അതായത് ഒരു ക്രിസ്തു ഭക്തന്റെ പ്രത്യാശ നിലനിൽക്കുന്നത് 3 അറിവുകളിലാണ്. അറിവില്ലായ്മ അപകടമാണ്. എന്നാൽ വേദപുസ്തകത്തിൽ ഒരു ആത്മീകന്റെ പ്രത്യാശയുടെ അടിത്തറ 3 അറിവുകളിലാണ്. ഈ വാക്യത്തിലെ 3 അറിവുകളുണ്ട്. 1-ാമത്തെ അറിവ് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന അറിവാണ്. ദൈവത്തെക്കുറിച്ച് ഒരറിവ് ഓരോ വ്യക്തിക്കും ഉണ്ടാകണം. അത് പൗലോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് തിമോത്തിയോസിന് എഴുതുന്ന 2-ാം ലേഖനം 1:12 പറയുന്നു, അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. ഒരു ക്രിസ്തു ഭക്തൻ അറിയേണ്ട ഏറ്റവും വലിയ അറിവ് ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത് എന്നറിവാണ്. സർവശക്തനായ കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ശിഷ്യന്മാരോടായി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? പലരും ഇരമ്യാവെന്ന്, പലരും സ്നാപക യോഹന്നാനെന്ന്, ഏലിയാവെന്ന് വിവിധ നിലകളിൽ പറയുമ്പോൾ കർത്താവിന് അറിയേണ്ടത് നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു. ഒരു ക്രിസ്തു ഭക്തൻ കർത്താവിനെ കുറിച്ച് വ്യക്തമായ ഒരു അറിവ് ഉള്ള വ്യക്തിയായിരിക്കണം. കർത്താവിനെ കുറിച്ച് അറിവുണ്ടെങ്കിൽ മാത്രമേ ആത്മിക ജീവിതം യഥാസമയം വളർച്ചയിലേക്ക് എത്തുകയുള്ളൂ. പൗലോസ് പറയുന്നത്, അത് നിമിത്തം ഞാൻ ഇതൊക്കെ സഹിക്കുക, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. പ്രതിസന്ധികൾ ജീവിതത്തിൽ ആർത്തിരമ്പി വരുമ്പോൾ, പ്രശ്നങ്ങൾ ജീവിതത്തിന് നേരെ ആർത്തലച്ചു വരുമ്പോൾ ഒരു ക്രിസ്തു ഭക്തൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് കൃത്യമായ അറിവുണ്ടെങ്കിൽ അവൻ്റെ പ്രതിസന്ധിയുടെ മീതെ അവനെ ചലിപ്പിക്കുന്ന തീവ്രമായ ഒരു വെളിപ്പാടാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള കൃത്യമായ അറിവ്. കർത്താവായ യേശു ക്രിസ്തുവുമായുള്ള എൻകൗണ്ടറിലൂടെ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. ഓരോ ക്രിസ്തു ഭക്തനും കർത്താവിനെ കുറിച്ച് വ്യക്തിപരമായി ഒരു വെളിപ്പാട് പ്രാപിക്കണം. ഇവിടെ പൗലോസ് പറയുന്ന പദം വളരെ ആഴമായതാണ്. പൗലോസ് പറയുന്ന പദം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി. പൗലോസ് അവിടെ പറയുന്നത് കർത്താവിനെ കുറിച്ചുള്ള തൻ്റെ അറിവ് ഉപനിധി എന്ന നിലയിലാണ്. ഗ്രീക്കിൽ പാറാത്തിക്കീം എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. സെക്വർ ഡെപ്പോസിറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. പൗലോസ് പറയുന്നു, കർത്താവാണ് എൻ്റെ ഉറപ്പുള്ള നിക്ഷേപം. ഇവിടെ ആ വാക്കിൻ്റെ ഒരു തീവ്രമായ വെളിപ്പാടൂടെ നൽകേണ്ടിയിരിക്കുന്നു. കർത്താവ് പറഞ്ഞ ഉപമയിൽ ഒരു കാര്യമുണ്ട്, സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധിയോട് സദൃശ്യം. ഒരു മനുഷ്യൻ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങി എന്ന് രേഖപ്പെടുത്തുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ വയൽ വാങ്ങാൻ അവനെ പ്രേരിപ്പിച്ചത്, അവൻ ഉഴുതുകൊണ്ട് നിൽക്കുന്നു എല്ലാവരെയും പോലെ. പക്ഷെ ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ ആ വയലിൽ മറ്റാരും കാണാത്ത ഒരു നിധി അവൻ കണ്ടു. അവൻ വേഗത്തിൽ മണ്ണ് മൂടി അവൻ ഭവനത്തിലേക്ക് തിരികെ പോകുകയാണ്. വേഗത്തിൽ അവൻ്റെ വസ്തുവകകൾ വിറ്റ് അവൻ ആ വയൽ സ്വന്തമാക്കുമ്പോൾ കാണുന്നവർ പറയുന്ന അവൻ മണ്ടനാണ്, വിഡ്ഢിയാണെന്ന്. പക്ഷെ അവന് പറയാൻ പറ്റുന്നത്, മറ്റാരും കാണാത്ത ഒരു നിധി ഞാൻ ഈ വയലിൽ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട്
അതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടതല്ല വിഷയം, നഷ്ടപ്പെട്ടതൊക്കെ മടക്കിത്തരാൻ കഴിവുള്ള നിധിയാണ് ഞാൻ ഈ വയലിൽ കണ്ടത്. ഇവിടെ ആ വാക്ക് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് സുവിശേഷ നിമിത്തമോ കർത്താവിൻ്റെ നാമനിമിത്തമോ വീടോ വസ്തുവോ നിലങ്ങളോ ഒട്ടകമോ കഴുതയോ സഹോദരനോ സഹോദരിയോ മാതാവോ പിതാവോ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ 100 മടങ്ങ് ഉപദ്രവങ്ങളുടെ കൂടെ മടക്കിത്തരാമെന്ന് പറഞ്ഞ് ആ കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ പങ്കെടുക്കുന്നവരുടെ ആത്മാവിൽ ഒരു ദൂത് കൈമാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഉയരുന്ന പ്രതിസന്ധികളുടെ നടുവിൽ ഇന്നിൻ്റെ നഷ്ടങ്ങളെ ഓർത്ത് ആകുലപ്പെടേണ്ട. നിന്നെ വിളിച്ചവൻ, നീ സേവിക്കുന്നവൻ ആരെന്നുള്ള ഒരു ഉറപ്പകത്തു വേണം. ആ ഉറപ്പ് വന്നു കഴിയുമ്പോൾ ആത്മീയനിൽ സംഭവിക്കുന്ന മാറ്റം, അവൻ മറ്റൊന്നിലേക്കും ശ്രദ്ധ തിരിക്കില്ല, മറ്റൊന്നും അവനെ കുഴപ്പിക്കുകയില്ല, മറ്റൊന്നിലേക്കും അവൻ ചാഞ്ഞു പോകുകയില്ല. കാരണം അവൻ്റെ അകത്ത് കത്തിക്കാളുന്നത് ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലോട്ട് ചേർന്നിരിക്കുമ്പോൾ കർത്താവേ, അങ്ങേ മാത്രം കണ്ട് അങ്ങേ മാത്രം നോക്കി ഈ ക്രിസ്തീയ ജീവിത യാത്ര തുടരാൻ എനിക്ക് അങ്ങേ കൂടുതലൊന്ന് കാണണം. അതെ, ക്രിസ്തീയ ജീവിതത്തിൽ ഒരാത്മീയൻ ഏറ്റവും അധികമായി പ്രാപിക്കേണ്ട വെളിപ്പാട് ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ്. അതുകൊണ്ടാണ് പൗലോസ് എബ്രായ ലേഖനം 12 പറയുന്നത്, വിശ്വാസികളുടെ ഓട്ടം താൻ കണക്ട് ചെയ്തിരിക്കുന്നത് മാരത്തോണുമായി ബന്ധപ്പെട്ടാണ്. താനവിടെ പറയുന്നത്, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റിലും നിൽക്കുന്നത് കൊണ്ട് മുറുകെ പറ്റുന്ന പാപം സകല ഭാരവും വിട്ട് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. എൻ്റെ പ്രിയരെ, യേശുവിനെ നോക്കി ഈ ജീവിതയാത്ര തുടർന്നെങ്കിൽ മാത്രമേ ക്ഷീണിച്ചു പോകാതെ ഓടാൻ പറ്റൂ. അവിടെ ഉപയോഗിച്ചത് സ്ഥിരതയോടെ ഓടുക. സ്ഥിരതയോടെ ഓടുക എന്ന് താൻ അവിടെ പറയുമ്പോൾ ആ സ്ഥിരതയ്ക്ക് ഗ്രീക്കിൽ ഉപയോഗിച്ച വാക്കിൻ്റെ അർത്ഥം മാരത്തോണോട് ബന്ധപ്പെട്ട. മാരത്തോൺ ആരംഭിക്കുന്ന ഗ്രീസിലാണ്. ഗ്രീസിൽ മാരത്തോൺ ആരംഭിക്കുമ്പോൾ മാരത്തോണിന് പ്രത്യേക റൂളുണ്ട്. ആ റൂള് എല്ലാവരുടെയും കയ്യിൽ ഒരു ദീപം കൊടുക്കും. ദീപം കൊടുത്തിട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആ ദീപവുമായി അവർ ഓടുക. പ്രത്യേക ട്രാക്കുകളില്ല, വ്യത്യസ്ത പ്രതലത്തിൽ കൂടെയാണ് ഓടേണ്ടത്. ചില സ്ഥലങ്ങളിൽ പരിപരുത്ത പ്രതലമാണ്, ചില സ്ഥലങ്ങളിൽ ചതുപ്പുകൾ, ചില സ്ഥലം ചെളിയാണ്, ചിലയിടത്ത് വെള്ളമാണ്, ചിലയിടത്ത് പാറസ്ഥലമാണ്, ചിലയിടത്ത് വെള്ളം വീഴുന്ന സ്ഥലമാണ്, ചില സ്ഥലത്ത് കാറ്റുള്ളതാണ്. അങ്ങനെ വിവിധ വേരിയബിൾ ക്ലൈമറ്റിലൂടെയാണ് അവർ ഓടേണ്ടത്. വ്യത്യസ്ത പ്രതലത്തിൽ കൂടെയാണ് ഓടേണ്ടത്. ഓടുമ്പോൾ അവരുടെ കയ്യിൽ, എല്ലാവരുടെയും കയ്യിൽ ഒരു ദീപം കൊടുക്കും, എന്നിട്ടാണ് ഓടേണ്ടത്. ഗ്രീസിൽ മാരത്തോൺ ആരംഭിച്ചപ്പോൾ ഇതായിരുന്നു ആരംഭം. അങ്ങനെ എല്ലാവരുടെയും കയ്യിൽ ഈ വിളക്ക് കൊടുക്കും. ശേഷം ഇവർ വ്യത്യസ്ത സാഹചര്യത്തിൽ കൂടെ ഓടി ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോൾ ഈ വിളക്ക് അണയാതെ എത്തുന്ന എല്ലാവരും വിജയികളാണ്. അപ്പോൾ അവിടെ ഓടിത്തുടങ്ങുമ്പോൾ അവരുടെ ലക്ഷ്യം പ്രതലങ്ങളിലെ പരിപരുത്ത അവസ്ഥയല്ല, ചതുപ്പോ ചെളിയോ മഴയോ വെള്ളമോ അതല്ല അവരുടെ ശ്രദ്ധയിൽ. അവരുടെ കയ്യിലുള്ള വിളക്കണയാതിരിക്കുക, അതാണ് അവർക്ക് കൊടുത്ത ഏറ്റവും വലിയ നിയമം. ഏറ്റവും വലിയ അവർക്ക് കൊടുത്തിരിക്കുന്ന നിയമത്തിൽ വിളക്കണയാതെ അവിടെ എത്തണം. വേഗതയ്ക്കല്ല ഇവിടെ പ്രാധാന്യം, വിളക്കണയാതിരിക്കണം. അങ്ങനെയെങ്കിൽ പൗലോസ് പറയുന്ന സ്ഥിരതയോടെ ഓടുക. വിളക്ക് കയ്യിലുള്ള ആ ഓട്ടക്കാരൻ ഓടിത്തുടങ്ങുമ്പോൾ പരിപരുത്ത പ്രതലമാണ്, പക്ഷേ ആ പരിപരുത്ത പ്രതലത്തിലേക്ക് അവൻ്റെ ശ്രദ്ധ പോകില്ല. അവൻ ഓടുമ്പോഴും അവൻ്റെ ശ്രദ്ധ വിളക്കണയരുത്. അവൻ ചെളിയിലൂടെ ഓടുമ്പോഴും ചെളിയല്ല അവൻ്റെ മനസ്സിൽ വിളക്കണയരുത്. മഴയുള്ള സ്ഥലത്തൂടെ ഓടുമ്പോഴും അവൻ്റെ ചിന്ത വിളക്കണയരുത്. ആ വിളക്കണയരുത് എന്ന ചിന്തയുള്ളത് കൊണ്ട് സാഹചര്യം ഓടി ഓടി മുൻപോട്ട് പോകുമ്പോൾ അവനിത് മറന്നു പോകുകയാണ്. ഒരു ക്രിസ്തു ഭക്തൻ ഈ ലോക ജീവിതയാത്ര തുടരുമ്പോൾ യേശുവിനെ മാത്രം നോക്കുക, ഓടുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് വെളിച്ചത്തിൻ്റെ സഹായങ്ങളില്ലാത്ത കഴിഞ്ഞ തലമുറ. ഇന്ന് നമുക്കൊരുപാട് വൈദ്യുത വിളക്കുകളും വൈദ്യുതീകരിച്ച ഉപകരണങ്ങളുമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇതൊന്നുമില്ലാതിരുന്ന കഴിഞ്ഞ തലമുറ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങുമ്പോൾ ചൂട്ടൊക്കെ കെട്ടി അവർ കർത്താവിനെ ആരാധിക്കാൻ പോയൊരു പഴമയുടെ കാലമുണ്ട്. അന്ന് അവരൊക്കെ പോകുമ്പോൾ കൂരിരുട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ
ദൂരമേയുള്ള വെളിച്ചത്തിൻ്റെ ഒരു ഭാഗം അവരുടെ കണ്ണിൽ ഉടക്കിയാൽ അത് നോക്കി ആ കൂരിരുട്ടിലൂടെ പോകുമ്പോൾ അവർ സാഹചര്യത്തിൻ്റെ ഭയത്തിൽ നിന്നാണ് വിടുവിക്കപ്പെടുന്നത്. അങ്ങനെങ്കിൽ ഒരു ക്രിസ്തു ഭക്തൻ യേശുവിനെ മാത്രം നോക്കി ഓടുമ്പോൾ അവൻ ഈ ലോകം മറക്കുകയാണ്. അവൻ ഇവിടെയുള്ള പ്രതികൂലങ്ങൾ മറക്കുക, പ്രശ്നങ്ങളെ മറക്കുക. ഇന്ന് പ്രാർത്ഥനയോടെ പങ്കെടുക്കുന്ന കുഞ്ഞെ, നിന്നോട് ആത്മാവിൽ ഒരു ദൂത് പറയാം. നീ ഇന്ന് ഭയപ്പെടുന്നതിൻ്റെ കാരണം പലതിലേക്കാണ് നിന്റെ കണ്ണ് പതിയുന്നത്. നീ ഇന്ന് വല്ലാതെ ആകുലപ്പെടുന്നത് പലതിലേക്കാണ് നിന്റെ ശ്രദ്ധ പോകുന്നത്. എന്നാൽ അതിലേക്കൊന്നും ശ്രദ്ധ പോകാതെ യേശുവിൽ മാത്രം നിന്റെ ശ്രദ്ധ പതിയാൻ, കർത്താവേ നിന്നെ മാത്രം നോക്കി ഓടാൻ എനിക്ക് നിന്നെക്കുറിച്ചൊരു വെളിപ്പാട് വേണം. നിന്നിലേക്ക് എന്നെ വലിച്ചടിപ്പിക്കുന്ന തരത്തിൽ എൻ്റെ അകക്കണ്ണൊന്ന് തുറക്കണം. അങ്ങയുമായി ഒരു എൻകൗണ്ടർ എൻ്റെ ലൈഫിൽ ഉണ്ടാകണം. അങ്ങനൊന്ന് തയ്യാറാകുമെങ്കിൽ എത്ര വലിയ പ്രതിസന്ധികൾ ആർത്തിരമ്പി വന്നാലും നീ പതറത്തിൽ. ആ വെളിപ്പാടിലാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ ഉയരത്തിനോ ആഴത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ യാതൊന്നിനും സാധ്യമല്ല. അതെ, 72 കോടി രക്തസാക്ഷികൾ രക്തസാക്ഷിത്വ മരണം ഭരിക്കുമ്പോൾ അവർക്ക് മുൻപിൽ ഉയർന്ന ചോദ്യം ഇതാണ്: യേശുവിനെ തള്ളിയാൽ ഇവിടെ ജീവിക്കാം. ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടകത്ത് കയറിയത് കൊണ്ട് അവരുറപ്പിച്ച തീരുമാനം ഇതാണ്: ഞങ്ങൾക്ക് ഇവിടെ ഉള്ളതല്ല വലുത്, ക്രിസ്തുവാണ് വലുത്. അതുകൊണ്ട് കർത്താവിനെ കുറിച്ചൊരു വെളിപ്പാട് അകത്ത് പ്രാപിക്കണം. ആ വെളിപ്പാട് അകത്ത് കയറിയാൽ അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മാറ്റമായി വെളിപ്പെടും. പൗലോസിൽ ഈ ക്രിസ്തു കേന്ദ്രീകൃതമായി വെളിപ്പാട് കയറിയപ്പോൾ പൗലോസിൻ്റെ പ്രതികരണങ്ങളിലെല്ലാം അത് എഫക്റ്റ് ചെയ്തു. തനിക്ക് നേരെ ഉയർന്ന ഏറ്റവും വലിയ ചോദ്യമാണ്: നിന്നെ ആരാ വേലയ്ക്ക് വിളിച്ചത്? ഞങ്ങളെ അവൻ നേരിട്ട് വിളിച്ചു. ഈ ചോദ്യം പൗലോസിൻ്റെ നേരെ ആർത്തലച്ച് വരുമ്പോൾ പൗലോസ് പറയുന്ന പദമാണ്: ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അതെ, ചില ചോദ്യങ്ങളുടെ മുൻപിൽ കൃത്യമായി ഉത്തരം പറയാൻ കഴിയാതെ തലകുനിഞ്ഞെങ്കിൽ കർത്താവുമായി ഒരു എൻകൗണ്ടർ ഉണ്ടായാൽ നിന്റെ ഉത്തരങ്ങൾ വ്യത്യസ്തതയുള്ളതാകും. പൗലോസിന് നേരെ അടുത്തത് ഉയർന്നു വന്ന ചോദ്യം: ഞങ്ങളെ അവൻ നേരിട്ട് വിളിച്ചു. ഞങ്ങൾ കണ്ടതാ, ഞങ്ങൾ കേട്ടതാ, ഞങ്ങൾ അവനിൽ നിന്ന് നേരിട്ട് അനുഭവിച്ചതാണ്. നിനക്കോ? പൗലോസ് പറയുന്ന മറുപടി: നിങ്ങൾ കണ്ടതും കേട്ടതുമാണ്, പക്ഷെ ഞാൻ പ്രാപിച്ചതാണ്. ഇത്തരത്തിൽ പ്രതികരിക്കാൻ കാരണം ക്രിസ്തുവിനെ കുറിച്ചൊരു വെളിപ്പാട് പൗലോസിൻ്റെ അകത്ത് പ്രവേശിച്ചു. പൗലോസ് തനിക്ക് നേരെ ഉയർന്ന പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതിസന്ധികൾ പ്രത്യുത കഷ്ടങ്ങൾ, നിരവധി കഷ്ടതയിലൂടെ കടന്നുപോയി. പട്ടിണി, പൈതാഹം, ശീതം, ഉഷ്ണം, അങ്ങനെ നിരവധി കഷ്ടതയിലൂടെ പോകുമ്പോൾ താൻ പറയുന്ന പദം കഷ്ടത. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭമാണ്. ഇതാണ് പൗലോസിനെ വ്യത്യസ്തനാക്കിയത്. പൗലോസിന്റെ ജീവിതത്തിലേക്ക് ആപത്തുകൾ നിരവധിയാണ്. കള്ള സഹോദരന്മാരാൽ, കപടഭക്തിക്കാരാൽ ആപത്തുകൾ നിരവധിയേറി വന്നു. കാട്ടിൽ, വെള്ളത്തിൽ, നദികളിൽ വിവിധ ആപത്തുകളാണ്. ആപത്തിൻ്റെ നടുവിൽ തൻ്റെ പ്രതികരണം ഇതാണ്: ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എത്ര തീവ്രമാണ് ആ വെളിപ്പാട്! പൗലോസ് തൻ്റെ മരണസമയത്ത് പലരും തനിക്ക് നേരെ ഭീതിയുടെ ശബ്ദമുയർത്തുമ്പോൾ പൗലോസിൻ്റെ വാക്ക്: ഞാൻ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്നു. ഈ വാക്കും തൻ്റെ മുൻപിൽ മരണത്തിൻ്റെ ഭീകരതയുടെ മുൻപിലാണ് താൻ ഇത് പറയുന്നത്. ഓർക്കുക, ഒരു ക്രിസ്തു ഭക്തൻ വ്യത്യസ്തനാകുന്നത് ക്രിസ്തു അകത്തു വരുമ്പോൾ, ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് വരുമ്പോൾ അവൻ്റെ പ്രതികൂലങ്ങളോടുള്ള സമീപനം തന്നെ മാറി വരികയാണ്. ഇന്ന് പകൽ ഈ സമയത്ത് പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ആത്മാവ് ഇടപെടുന്നത്, നിന്റെ ജീവിതത്തിലെ ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും ആർത്തിരമ്പി വരുമ്പോൾ അതിൻ്റെ നടുവിൽ തളരാതെ ഉറച്ചു നിൽക്കാൻ ക്രിസ്തുവിനെ കുറിച്ചൊരു വെളിപ്പാട് പ്രാപിക്കണം. ആ വെളിപ്പാട് അകത്തു വരുമ്പോൾ നിന്റെ ജീവിതത്തിൽ സമൂലമായ മാറ്റത്തിന് കാരണമാകും. ആകയാൽ എൻ്റെ പ്രിയരെ, തളർന്നു പോകാതെ പ്രാർത്ഥനയിൽ ബലപ്പെടുക. കർത്താവിനോട് ചേർന്നിരുന്ന്, കർത്താവെ നിന്നെ കൂടുതൽ അറിയാൻ എൻ്റെ അകക്കണ്ണ് തുറക്കണം. ഉത്തമഗീതങ്ങൾ 1:4 കാന്ത പറയുന്നൊരു പദമുണ്ട്. സുലേമി പറയുന്ന പദം ഇതാണ്: നിന്റെ പിന്നാലെ എന്നെ ഒന്ന് വഴിക്കണം, നമുക്ക് ഓടിപ്പോകാം. എത്ര തീവ്രമാണ് ആ വാക്ക്! നിന്റെ പിന്നാലെ എന്നെ വലിക്കണം. അതെ, ക്രിസ്തുവിനെ കുറിച്ചൊരു വെളിപ്പാടകത്ത് കയറുമ്പോൾ നാം അറിയാതെ കർത്താവിൻ്റെ പിന്നാലെ ഒരു ഇരുമ്പ് കാന്തവുമായി ബന്ധപ്പെടുന്നത് പോലെ
നമ്മുടെ ആത്മീക ജീവിതത്തിൽ സമൂലമായ മാറ്റമാകും. അതെ, ഒരാത്മീകൻ ദൈവത്തെക്കുറിച്ചൊരു വെളിപ്പാട് പ്രാപിക്കുമ്പോൾ അവനെല്ലാം മറക്കുന്നു, ദൈവത്തിങ്കിലേക്ക് അടുക്കുന്നു. അതിലൂടെ അവനിൽ പ്രത്യാശ ഉളവാകുന്നു. 2, ആ വേദഭാഗത്ത് പൗലോസ് ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് കണ്ടു എന്ന് പറയുമ്പോൾ, യോഹന്നാനിൽ നമ്മൾ വായിച്ച കുറിവാക്യം 3:2 പറയുന്ന രണ്ടാമത്തെ കാര്യം നാം ആര് എന്ന വെളിപ്പാടാണ്. ഓരോ ആത്മീയനും പ്രാപിക്കേണ്ടത് നാം ആരെന്നുള്ള വെളിപ്പാടാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവ് നാഥനുമായി സ്വീകരിച്ച ഓരോ ആത്മീയരും മനസ്സിലാക്കേണ്ടത് നാം ഇപ്പോൾ ആരാണ്, ഇനി ആരാകും. ഈ 2 കാര്യമാണ്. ഒന്ന്, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. ഇപ്പോൾ നാം ദൈവമക്കളാണ്. നാം ഇന്നതാകുമെന്ന് ഇതുവരെയും പ്രത്യക്ഷമായിട്ടില്ല. അപ്പോൾ ഇന്ന് കർത്താവിൻ്റെ കൃപയിലേക്ക് വന്ന ആത്മീയന് പറയാൻ പറ്റും, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചത് കൊണ്ട് എന്ത് കിട്ടി? കിട്ടിയതൊന്നും കാണിച്ചു കൊടുക്കാൻ തക്കവണ്ണമുള്ളതല്ല. നാം കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയത് കൊണ്ട് നമുക്ക് ലഭ്യമായതൊന്നും കാണത്തക്കവണ്ണമുള്ളതൊന്നുമല്ല. രക്ഷ, അവകാശം, അച്ചാരം, സഹസ്രാബ്ദം, നിത്യത, പുത്രത്വം, വാക്തത്വം, ഈ പദങ്ങളെല്ലാം നമ്മൾ ഉറക്കെ ആവർത്തിക്കുമ്പോൾ പ്രിയരെ, ഇന്നിൻ്റെ ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമാണിത്. അതായത് ഒരാത്മീയൻ പ്രാപിച്ച നന്മകളും അനുഗ്രഹങ്ങളും എന്ന് പറയുന്നത് കേവലം ഭൗതികമല്ല. ഈ ലോകത്തിൽ ആർക്കും കാണാനോ അനുഭവിക്കാനോ പറ്റാത്തത് ഒരാത്മീകന് മാത്രം അനുഭവിക്കാൻ പറ്റുന്നത് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, നമുക്ക് ലഭ്യമായതെല്ലാം ആത്മീകമാണ്. അതെ, നമ്മെ എന്തിന് വിളിച്ചു? നാം ദൈവമക്കളാണ്. എന്തിന് വിളിച്ചു? ചോദ്യം ഉയർത്തിയാൽ ഉത്തരം എഫേസ്യ ലേഖനം 2:6, വരുംകാലത്ത് തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വെളിപ്പെടുത്താൻ അവൻ നമ്മെ വിളിച്ചു. കർത്താവ് എന്തിനാണ് നമ്മെ ദൈവമക്കളാക്കിയത്? വരുംകാലങ്ങളിൽ കൃപയുടെ അത്യന്ത ധനത്തെ വെളിപ്പെടുത്താൻ. ഇന്നിൻ്റെ ലോകം, ഇന്നിൻ്റെ മനുഷ്യൻ ഈ കാണുന്നതിൽ മാത്രം പ്രത്യാശ വെക്കുമ്പോൾ, ഇന്നുള്ളതിൽ മാത്രം പ്രത്യാശ വെക്കുമ്പോൾ പൗലോസ് പറയുന്നു, കാണുന്നതല്ല, കാണാത്തതോ നിത്യം. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് കാണാത്തതിനെ അത്രേ. അതെ, നമ്മുടെ ലക്ഷ്യം അതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വരുംകാലത്ത് കൃപയുടെ അത്യന്ത ധനത്തെ വെളിപ്പെടുത്താൻ കർത്താവ് നമ്മെ വിളിച്ചു. അപ്പോൾ ഇവിടെ പറയുന്നു, നാം ഇപ്പോൾ ദൈവമക്കളാണ്. ഇന്നതാകുമെന്ന് ഇതുവരെയും പ്രത്യക്ഷമായിട്ടില്ല. ഇന്നതാകുമെന്നത് ഉലകിൽ ആർക്കും അറിയില്ല. എന്നാൽ ഒരു ആത്മീകൻ്റെ അകത്ത് നിറയേണ്ടത്, ഞാൻ ഇപ്പോൾ ദൈവമക്കളാ, ഇപ്പോൾ ഞാൻ കർത്താവിൻ്റെ മകനാ, മകളാ, ഇപ്പോൾ ഞാൻ കർത്താവിൻ്റെ പൈതലാ. എന്നാൽ ഞാൻ ഇന്നതാകുമെന്ന് ഇതുവരെ ലോകം കണ്ടിട്ടില്ല. ഇന്നും പ്രാർത്ഥനയോടെ പങ്കെടുക്കുമ്പോൾ കർത്താവിന് വേണ്ടി ചിലതൊക്കെ വേണ്ടെന്ന് വെച്ച്, കർത്താവിന് വേണ്ടി പാപങ്ങളോട് അകലം പാലിച്ച്, കർത്താവിന് വേണ്ടി ലോകത്തോട് അകലം പാലിച്ച്, കർത്താവിന് വേണ്ടി ഈ ലോക ജീവിതം വചനവും ചേർത്ത് പിടിച്ച് മുൻപോട്ട് പോകുമ്പോൾ ഉയരുന്ന ചോദ്യം, എന്തിനു വേണ്ടി? മറുപടി പറയണം, ഞാൻ ഇന്നതാകുമെന്ന് ഇതുവരെയും പ്രത്യക്ഷമായിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കാണുന്ന ഒരുപാട് ഭൗതിക നേട്ടങ്ങളും നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ കിട്ടി. പക്ഷേ അതെല്ലാം ഭൗതികം മാത്രമാണ്. എന്നാൽ അക്ഷരാർത്ഥത്തിൽ എനിക്ക് മേൽ പകരാൻ പോകുന്ന ദൈവിക അനുഗ്രഹം എന്താണെന്ന് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അതെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. അപ്പോൾ പ്രിയരെ, ഒരാത്മീകൻ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു വെളിപ്പാടാണ്, ഇന്നതാകുമെന്ന് എനിക്കറിയാം. സ്തോത്രം. നാം ഇപ്പോൾ ദൈവമക്കളാ. ഇതുവരെ ഞാൻ ആരാകുമെന്ന് പ്രത്യക്ഷമായിട്ടില്ല. പക്ഷേ ഇന്നതാകുമെന്ന് പ്രത്യക്ഷമായിട്ടില്ലെങ്കിലും എനിക്കറിയാം ഞാൻ ആരാകുമെന്ന്. സ്തോത്രം. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കളും അറിയേണ്ടത് ഇപ്പോഴുള്ളതല്ല, ഇനി ഞാൻ ആരാകും. സ്തോത്രം. ഇനി ഞാൻ ആ വെളിപ്പാടിലേക്കാണ് നാം ഓരോരുത്തരും എത്തേണ്ടത്. നാം ആരാകും എന്ന ചോദ്യത്തിന് അവനെ പോലെ നാം ആയി മാറും. സ്തോത്രം. ഇതാണ് ഒരു ആത്മീകനിൽ ദൈവത്തിൻ്റെ പദ്ധതി. നാം ദൈവത്തിൻ്റെ കരാങ്കുലികളാൽ മെനയപ്പെട്ട മനുഷ്യരാണ്.
ആദിയിൽ ഏദനിൽ ദൈവരൂപത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത്. എന്നാൽ പാപം ചെയ്തതോടെ ദൈവരൂപത്തിൽ നിന്ന് മനുഷ്യരൂപത്തിലേക്കാണ് നാം അധപ്പതിക്കപ്പെട്ടത്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നതെന്നറിയാമോ? ദൈവരൂപം വെടിഞ്ഞ് മനുഷ്യരൂപത്തിലേക്ക്, മണ്ണിലേക്ക് ഇറങ്ങി വന്നു. അതാണ് യേശു ക്രിസ്തു. അപ്പോൾ ദൈവരൂപത്തിൽ ചമയ്ക്കപ്പെട്ട മനുഷ്യൻ മനുഷ്യരൂപത്തിൽ പാപത്താൽ വീണുപോയപ്പോൾ ദൈവമായവൻ മനുഷ്യരൂപത്തിലേക്ക് താണിറങ്ങി, ദൈവത്തിൻ്റെ പ്രൗഢി വെടിഞ്ഞ്. എന്തിനു വേണ്ടി? മനുഷ്യരെ പോലെ ജീവിച്ച്, മനുഷ്യരെ പോലെ കഷ്ടമനുഭവിച്ച്, മനുഷ്യന് തുല്യനായി മരിച്ച് അടക്കപ്പെട്ടുയർത്തു. എന്തിനു വേണ്ടി? സ്തോത്രം. മനുഷ്യന്റെ ഉള്ളിൽ അവൻ വീണ്ടും ജനിച്ചു. എന്തിനു വേണ്ടി? ഉത്തരം, ദൈവരൂപത്തിൽ നിന്ന് മനുഷ്യരൂപത്തിലേക്ക് വീണുപോയവനെ തിരികെ ദൈവരൂപത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ. അതാണ് പൗലോസ് പറയുന്നത്, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അന്യരൂപരാക്കാൻ മുൻ നിയമിച്ചിരിക്കുകയാണ്. നമ്മുടെ മേൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ പദ്ധതി, നമ്മൾ അവനെ പോലെയായി മാറാൻ പോകുകയാണ്. ഇന്ന് ക്ഷയമുള്ള ശരീരത്തിലാണ്, ഇന്ന് ദ്രവത്വമുള്ള ശരീരത്തിലാണ്, ഇന്ന് ദുഃഖമുള്ള ശരീരത്തിലാണ്, മരണവും മുറവിളിയുമുള്ള ശരീരമാണ്. എന്നാൽ നാം ഇനി ചെന്നെത്താൻ പോകുന്നത് ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുന്ന ഭാഗ്യകരമായ ഒരനുഭവം നമുക്ക് മുൻപിലുണ്ട്. ദൂതന്മാർക്ക് തുല്യരായി നിത്യതയിലുടനീളം നാം പാർക്കുന്ന മഹനീയ നിമിഷം. ആകയാൽ ഇന്നിൻ്റെ സുഖങ്ങൾക്കപ്പുറത്ത് ഒരാത്മീകൻ്റെ അകത്ത് ജ്വാലയായി ആളിപ്പടരേണ്ടത്, ഭാവിയിൽ ഞാൻ യേശുവിനെ പോലെയാകും. യേശുവിനെ പോലെ മഹത്വമുള്ള ശരീര ആ അനുഭവത്തോടുകൂടി ഞാൻ നിത്യതയിൽ പറക്കാൻ പോകുകയാണ്. അപ്പോൾ നാം ആരാകും? ഞാൻ യേശുവിനെ പോലെയാകും. രണ്ട്, അവിടെ പറയും നാം ആരാകും എന്ന് പറയുക മാത്രമല്ല, അതെന്ന്, എങ്ങനെ എന്നിത്യാദി ചോദ്യങ്ങൾ കൂടെ ഉത്തരം അവിടെയുണ്ട്. നാം ആരാകും? ക്രിസ്തുവിനെ പോലെ മഹത്വമുള്ള ശരീരം പ്രാപിക്കും. ഇനി അവിടെ പറയുന്ന പദം, അന്ന് നമുക്ക് ലഭ്യമാകുന്ന അനുഗ്രഹം എന്താ? നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണും. സ്തോത്രം. ഒരാത്മീയനിൽ ലഭ്യമാകാൻ പോകുന്ന ഏറ്റവും ഭാഗ്യമാണത്. നാം താനിരിക്കും പോലെ തന്നെ നാം അവനെ കാണും. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിനെ താനിരിക്കും പോലെ തന്നെ കാണും എന്ന് പറയുമ്പോൾ 1 പത്രോസ് 1:8 വാക്യം ഇങ്ങനെ, നാം അവനെ കണ്ടിട്ടില്ല, കാണാതെ സ്നേഹിക്കുന്നു, കാണാതെ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ ആത്മീയ ജീവനം മുൻപോട്ട് പോകുന്നത് അക്ഷരിക കണ്ണുകളാൽ കണ്ടിട്ടല്ല, വിശ്വാസത്തിൻ്റെ കണ്ണുകളാലാ നമ്മുടെ ജീവിതവും യാത്രയും കാഴ്ചയും ഒക്കെ. നമ്മൾ കർത്താവിനെ ഇതുവരെ കണ്ടിട്ടില്ല, കാണാതെ സ്നേഹിക്കുന്നു, കാണാതെ വിശ്വസിക്കുക. ഇത് പറയുമ്പോൾ കാണാതെ കർത്താവിനെ എത്രത്തോളം സ്നേഹിക്കാൻ പറ്റി എന്നതൊരു ചോദ്യമാണ്. കാണാതെ എത്രത്തോളം കർത്താവിനെ വിശ്വസിക്കാൻ പറ്റി എന്നതും ചോദ്യമാണ്. പക്ഷേ ഉത്തരം പറയാൻ നമുക്കല്പം വിമുഖത കാണും. എന്നാൽ കഴിഞ്ഞ തലമുറയിൽ, കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ആരംഭ തലമുറയിൽ അവരുടെ ജീവിതം, അവരുടെ സാഹചര്യം, അവരുടെ ആത്മീയത ഒന്ന് കണ്ണോടിച്ചാൽ നമുക്കതിൻ്റെ തീവ്രത മനസ്സിലാകും. പത്രോസ് ഈ ലേഖനത്തിൽ പറയുന്ന പദമാണ്, നാം അവനെ കണ്ടിട്ടില്ലെങ്കിലും കാണാതെ സ്നേഹിക്കുന്നു, വിശ്വസിക്കുന്നു. അത് പറയുമ്പോൾ പ്രിയരെ, പത്രോസിൻ്റെ ലേഖനത്തിൻ്റെ പശ്ചാത്തല വിവരണം ഞാൻ പലയാവർത്തി എൻ്റെ പ്രിയ കേൾവിക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ പീഡനത്തിൻ്റെ മുൻപിലാണ് പത്രോസ് ഈ ലേഖനം എഴുതുന്നത്. തനിക്ക് മുൻപിലും താമസമിന മരണമുണ്ടാകും, അടുത്ത ദിവസങ്ങളിൽ താനും മരിക്കുമെന്ന് ഉറപ്പുണ്ട്. പക്ഷേ ആ ഉറപ്പുള്ള മനുഷ്യൻ തൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, കാണാതെ വിശ്വസിക്കുന്നത്, കാണാതാണ് സ്നേഹിക്കുന്നത്. എൻ്റെ പ്രിയരെ, എത്രയോ കോടികൾ, 72 കോടി രക്തസാക്ഷികളായി മാറുമ്പോൾ അവരെ ജീവൻ പോലും കൊടുത്ത് കർത്താവിനെ സേവിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് കണ്ടിട്ടില്ലവർ. കാണാതെ കർത്താവിനെ ജീവൻ കൊടുക്കാൻ പോലും മടിക്കാത്ത ഒരു കൂട്ടം വിശുദ്ധന്മാർ. അവർ നിത്യത പുലങ്ങിയെങ്കിൽ പലപ്പോഴും കാണുന്ന പലതിനു വേണ്ടിയാണ് കർത്താവിനോട് നമ്മൾ അകലം പാലിക്കുന്നത്. കാണുന്ന പലതിനു വേണ്ടിയാണ് കർത്താവിനെ നമ്മൾ കൂടെ കൂട്ടാത്തത്. കാണുന്ന പലതും നമുക്ക് വലുതായതുകൊണ്ട് പലപ്പോഴും ആത്മീയതയെ പുറകിൽ കളയുമ്പോൾ എൻ്റെ പ്രിയരെ, കാണാതെ കർത്താവിനെ സ്നേഹിക്കാൻ, കാണാതെ വിശ്വസിക്കാൻ പറ്റുമോ? സ്തോത്രം. ആ തീവ്രമായ വെളിപ്പാടിലേക്ക്
നാം എത്തണം. കർത്താവുമായുള്ള ഒരു വലിയ ബന്ധം നമുക്കുണ്ടാകണം. ഞാനിത് പറയുമ്പോൾ നമുക്ക് ലഭ്യമാകാൻ പോകുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്താ? വിശ്വാസത്താൽ നമ്മൾ ഇന്ന് ആരാധിക്കുക, ഇന്ന് സേവിക്കുക. എന്നാൽ കർത്താവിനെ താൻ ഇരിക്കും പോലെ തന്നെ നാം കാണും. എങ്ങനെ കാണും? താൻ ഇരിക്കും പോലെ തന്നെ. താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, മനുഷ്യർ കണ്ടിട്ടില്ലാത്തവൻ, കാണാൻ കഴിയാത്തവൻ, തേജോമയനായവൻ, അൽഫയും ഒമേഗയുമായവൻ, ആദിയും അന്തവുമായവൻ, ഭൂരാജാക്കന്മാർക്ക് അധിപതിയായവൻ, സപ്തസാഗരങ്ങളിലെ വെള്ളത്തെ കൈക്കുമ്പിളിൽ കോരിയെടുക്കാൻ കഴിവുള്ളവൻ, സ്വർഗം സിംഹാസനം, ഭൂമി അവൻ്റെ പാദപീഠമെന്ന് വേദപുസ്തകം ഉറപ്പിക്കുന്ന മഹാനായ, നിത്യനായ, പുരാതനനായ ദൈവം. ആ ദൈവത്തെ താൻ ഇരിക്കും പോലെ തന്നെ കാണും. ഇത് പറയുമ്പോൾ ഇതിൻ്റെ ഭാഗ്യാവസ്ഥ നമ്മുടെ അകത്തേക്കൊന്ന് കയറാൻ ഞാൻ പഴയ നിയമത്തിലെ ചില ചിന്തകൾ കൂടെ ചേർത്ത് പറയാം. മോശ എന്ന അതികായനായ മനുഷ്യൻ ദൈവത്തിൻ്റെ ജനത്തെ നടത്തിക്കൊണ്ടുവരികയാണ്. വരുമ്പോൾ ദൈവം ഇടപെട്ടു. തൻ്റെ മുൻപിൽ ഓരോ നിമിഷങ്ങളിലും ദൈവിക ഇടപെടലിൻ്റെ ഒരു പരിചരണം ഉണ്ടായിരുന്നു. മോശ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, വഴി എനിക്കറിയില്ല, നീ ആരെയാ അയക്കുന്നത്? ഈ ചോദ്യത്തിന് ദൈവം കൃത്യമായി മറുപടി കൊടുത്തു, എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും. മോശ ചോദിച്ചത് ആരെ അയക്കുമെന്ന്. ദൈവം ഒരു വ്യക്തി എന്ന നിലയിൽ പറഞ്ഞു, എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും. നിനക്കൊരു വ്യക്തി കൂടിയിരിക്കുന്നതിനേക്കാൾ മെച്ചമാണ് ഞാനിരിക്കുന്നത്. വഴി നിനക്കറിയില്ല, പക്ഷെ ഞാൻ നിന്നെ വഴി നടത്തും. ഇത് കേട്ട മാത്രം മോശ പറയുന്നൊരു പദമുണ്ട്, എനിക്ക് നിന്റെ തേജസ് കാണണം. മോശയുടെ ആഗ്രഹമാണ്, എനിക്ക് നിന്റെ തേജസ് കാണണം. ദൈവം പറഞ്ഞു, മോശേ, കണ്ടവരാരും ജീവിച്ചിരിക്കത്തില്ല. മോശ പറയുന്നത് കണ്ടേ പറ്റൂ, കാരണം മരണം നടന്നാലും എനിക്ക് സാരമില്ല, നിന്നെ കാണുന്നതാണ് ഇഷ്ടം. എൻ്റെ പ്രിയരെ, മരിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും മോശ നിർബന്ധം പിടിക്കുക, എനിക്ക് നിന്നെ കാണണം. മോശേ, ചെങ്കടൽ പിളർന്ന് കണ്ടില്ലേ? കണ്ടു. അതുപോരെ? പോരാ. മന്ന കണ്ടില്ലേ? കണ്ടു. അതുപോലെ നിനക്ക് പോരാ. കാടയിറച്ചി കിട്ടിയില്ലേ? കിട്ടി. അതുപോലെ നിനക്ക് പോരാ. സ്തോത്രം. തീക്കൽ പാറയിലെ വെള്ളം കിട്ടിയില്ലേ? ജനം നിന്നെ ദൈവത്തെ പോലെ കാണുകയില്ലേ? പഴകാത്ത വസ്ത്രം നിനക്ക് കിട്ടിയില്ലേ? തേയാത്ത ചെരുപ്പ് കിട്ടിയില്ലേ? ഇത് പോരേ മോശേ? മോശ പറയും, ഇത് പോരാ, എനിക്കിതെല്ലാം തന്ന നിന്നെ എനിക്കൊന്ന് കാണണം. ഈ മോശ ഇങ്ങനെ കൊതിച്ചിട്ടും മോശയ്ക്ക് കാണാൻ കഴിയാത്ത ആ അനുഭവം നമുക്ക് ലഭ്യമാകാൻ പോകുകയാ. നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണും. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, പുരാതന ഭക്തനായ ജോബ് തൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ആർത്തിരമ്പി വരികയാണ്. 70 വർഷക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന പ്രശ്നമാണ്. തൻ്റെ 10 തലമുറകൾ മരിച്ചു, ശവപ്പെട്ടി നിരത്തി വെച്ചു, കൂസാതെ നിൽക്കുക. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. തൻ്റെ സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു, ആടും മാടും കഴുതകളും ഒട്ടകങ്ങളും നഷ്ടപ്പെട്ടു. അവിടെയും ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. തന്നിൽ രോഗം പ്രവേശിച്ചു, വ്രണങ്ങൾ വല്ലാത്ത പരിക്കളായി, മാംസഭാഗങ്ങൾ നിറന്നു വീഴുകയാണ്, അസഹ്യമായ ദുർഗന്ധം. ചാക്കുശീല ധരിച്ച് ചാരം വാരികെട്ട് ഭവനത്തിലിരിക്കുക ഭക്തൻ ജോബ്. ഇതൊക്കെ കണ്ട് തൻ്റെ പ്രിയതമ നോക്കുന്നുണ്ട്. എന്താണ് ഈ മനുഷ്യന് ഇത്ര കണ്ട് ഭക്തി മുറുകെ പിടിക്കാൻ കാരണം? സമ്പത്ത് പോയിട്ടും ഭക്തി മുറുകെ പിടിക്കുന്നു, തലമുറ പോയിട്ടും ഭക്തി മുറുകെ പിടിക്കുന്നു, രോഗം വന്നിട്ടും ഭക്തി മുറുകെ പിടിക്കുന്നു. അല്ലയോ പ്രിയപ്പെട്ടവനെ, അങ്ങനെ ഇത്രത്തോളം ഭക്തി പിടിക്കുന്നത്? ഈ ചോദ്യത്തിന് ഇയ്യോബിന്റെ പുസ്തകം 1:9 പിശാചു പറയുന്നൊരു വാക്കുണ്ട്, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്. പിശാചു പറയുന്നത് സമ്പത്ത് പോയിട്ടും ഇയ്യോബ് പതറാത്തത്, സമ്പത്ത് പോയിട്ടും ഇയ്യോബ് തെല്ലും ദൈവത്തെ തള്ളിക്കളയാത്തത്. വെറുതെയോ? വെറുതെയോ? ആ പദം വെറുതെയോ എന്ന മലയാള പദം എബ്രായ ബൈബിളിൽ കിനാം, കിനാം. ആ വാക്കിൻ്റെ അർത്ഥം പ്രോഫിറ്റ്, ലാഭം. പിശാചു പറയുന്നത് 10 തലമുറ പോയിട്ടും ഇയ്യോബ് പതറാത്തത് അതിനേക്കാൾ വലിയൊരു ലാഭം തൻ്റെ അകത്ത് കയറി കിടക്കുക. സമ്പത്ത് പോയിട്ടും തെല്ലും പതറാതെ നിൽക്കുന്നത് അതിനേക്കാൾ വലിയൊരു ലാഭത്തിൻ്റെ വെളിപ്പാട് ഇയ്യോബിൻ്റെ അകത്ത് കിടക്കുക. വ്രണം ബാധിച്ച് മരണമരികത്തേക്ക് അടുത്തിട്ടും ഇയ്യോബ് തെല്ലും കൂസാതെ നിൽക്കുന്നതിൻ്റെ കാരണം അതിനേക്കാൾ വലിയ ഒരു ലാഭത്തിൻ്റെ വെളിപ്പാടകത്തുണ്ട്. 70 വർഷക്കാലത്തെ പ്രതിസന്ധി ആഞ്ഞടിച്ചിട്ടും ഇയ്യോബ് പതറാതെ നിന്ന വെളിപ്പാട് പിശാചു പറയുന്നു ഒരു ലാഭത്തിൻ്റെ വെളിപ്പാടാണ്. സ്തോത്രം. സമ്പത്തിനേക്കാൾ, തലമുറയേക്കാൾ, തൻ്റെ ആരോഗ്യത്തെക്കാൾ വലിയൊരു ലാഭത്തിൻ്റെ വെളിപ്പാട്. അതെന്താണ്? ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇയ്യോബ് തന്നെ പറയുന്നു,
ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞ അതേ വാക്കിന്റെ മറ്റൊരു വർഷൻ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണാൽ തന്നെ ഞാൻ അവനെ കാണും, ദേഹസഹിതനായി ഞാൻ അവനെ കാണും. പൗലോസ് പറയുകയാണ് ഞാൻ അവനെ കാണും. ആ കൂടിക്കാഴ്ച ഇയ്യോബ് ആഗ്രഹിക്കുന്നു. 10 തലമുറ പോയിട്ടും, സമ്പത്ത് പോയിട്ടും, മരണം തൻ്റെ അരികിലേക്ക് എത്തിയിട്ടും തന്നെ പിടിച്ചു നിർത്തിയ ഒരു തീവ്രമായ ആഗ്രഹമാണ് ഞാൻ അവനെ കാണും. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര ഭാഗ്യകരമായ ഒരനുഭവമാണ് അപ്പോൾ ആ കൂടിക്കാഴ്ചയിൽ നടക്കുന്നത്. ദാവീദ് പറയുന്ന പദം, ദാവീദിൻ്റെ ജീവിതത്തിൽ കൊട്ടാരത്തിൻ്റെ സുഖവും സൗകര്യങ്ങളും അത്യാഡംബരമൊക്കെ അനുഭവിച്ച ദാവീദ് ദൈവസന്നിധിയിൽ പറയുന്നൊരു പ്രാർത്ഥനയുടെ വാചകം, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് ഞാൻ തൃപ്തനാകും. കൊട്ടാരം എന്നെ തൃപ്തിപ്പെടുത്തിയിട്ടില്ല. ഇവിടെയുള്ള പരിചാരക വൃന്ദം, ഇവിടെയുള്ള ആഡംബരം, ഇവിടെയുള്ള സുഖ സൗകര്യങ്ങൾ, ഇവിടെയുള്ള അപൂർവമായ ഭക്ഷണ സാധനങ്ങൾ, ഇവിടെയുള്ള സമ്പൽ സമൃദ്ധി, ഇതൊന്നും എന്നെ തൃപ്തിപ്പെടുത്തിയിട്ടില്ല. എൻ്റെ തൃപ്തി കർത്താവെ നിന്നെ കാണുമ്പോഴാണ്. എൻ്റെ പ്രിയരെ, പഴയ നിയമത്തിലെ അധികായകന്മാർ മനുഷ്യരില്ല ദൈവവുമായുള്ളൊരു കൂടിക്കാഴ്ച ആഗ്രഹിച്ചു. അങ്ങനെ ഒന്ന് കാണാൻ അവർ കൊതിച്ചെങ്കിൽ സ്വർഗത്തിലെ ആരാധന, സെറാഫുകൾ ആ ആരാധന നയിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? 2 കൊണ്ട് പറന്ന്, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് മുഖം മൂടിയാണ്. സെറാഫുകൾ ആരാധിക്കുന്ന ആരാധന മുഖം മൂടിയാണെന്ന് പറയുമ്പോൾ ഓർക്കുക, യുഗങ്ങളായി സെറാഫുകൾ നടത്തുന്ന ആരാധനയുടെ കേന്ദ്രമായവനെ അവർ കണ്ടിട്ടില്ല. സെറാഫുകൾ പോലും മുഖം മൂടി ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതുവരെ അവർ കണ്ടിട്ടില്ല സദാ നടക്കുന്ന ആരാധന. ഈ സെറാഫുകൾ കാണാതെ ആരാധിക്കുന്നവനെ അവൻ്റെ മുഖം കണ്ട് ആരാധിക്കാനുള്ള ഭാഗ്യമാണ് നമുക്ക് ലഭ്യമാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ മറക്കരുത്, നാം ദൈവമക്കളാണ്, നാം ഇന്നതാകും. ഈ വെളിപ്പാടാണ് ഒരു ആത്മീയനെ ഭരിക്കേണ്ടത്. എന്നിൻ്റെ സുഖങ്ങളല്ല, ഇവിടുത്തെ സൗകര്യങ്ങൾക്കപ്പുറത്ത് ഞാൻ എൻ്റെ കർത്താവിനെ പോലെയാകും. ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുഖം കണ്ട് ആരാധിക്കുന്ന ഭാവികാല പ്രത്യാശ ആത്മീയൻ്റെ അകത്ത് തീവ്രമാകട്ടെ. അതെ, ഇതാണ് പ്രത്യാശയുടെ അടിത്തറ. പ്രത്യാശയുടെ അടിത്തറ. 3-ാമത്തെ അറിവ് 2 കൊരിന്ത്യർ ലേഖനം 5:1 പൗലോസ് പറയുന്നു, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഉയരെ സ്വർഗത്തിലുണ്ടെന്ന് ഞാൻ അറിയുന്നു. 3-ാമത്തെ അറിവ് സ്വർഗീയ ഭവനത്തെക്കുറിച്ചുള്ള ഒരറിവാണ്. നമ്മുടെ ഇഹലോക ജീവിതത്തിൽ ഒരാത്മീയനിൽ നിറയേണ്ട തീവ്രമായ വെളിപ്പാട് സ്വർഗഭവനത്തെക്കുറിച്ചുള്ള വെളിപ്പാട്. അതുകൊണ്ടാണ് ഭക്തൻ പറഞ്ഞത്, ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല, ഇവിടെ നാം പ്രവാസികളാണ്, ഇവിടെ നമ്മൾ പരദേശികളാണ്. നമുക്കൊരു വീട് സ്വർഗമാണ്, നമ്മുടെ പാർപ്പിടം സ്വർഗത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒരാത്മീകൻ്റെ അകത്തേക്ക് നിറയേണ്ട വെളിപ്പാട് ഇവിടെയുള്ള സുഖങ്ങളുടെയോ സൗകര്യങ്ങളുടെയോ അല്ല, നിത്യമായ പാർപ്പിടം സ്വർഗഭവനത്തെക്കുറിച്ചൊരു വെളിപ്പാട് നമ്മുടെ അകത്തേക്ക് കയറണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിത്യവീടിനെ കുറിച്ചൊരു വെളിപ്പാട് ഓരോ ആത്മീകൻ്റെ അകത്ത് കയറണം. ആ വെളിപ്പാട് കയറുമ്പോഴാണ് ഒരാത്മീകൻ്റെ ജീവിതഗതി മാറാൻ തുടങ്ങുന്നത്. ആ വെളിപ്പാടിലാണ് ദൈവസഭ നിന്നത്, ആ വെളിപ്പാടിലാണ് ദൈവസഭ മുൻപോട്ട് പോയത്. നിത്യതയുടെ വെളിപ്പാടിലാണ് ക്രൈസ്തവ സഭയുടെ അടിത്തറ നിൽക്കുന്നത്. ക്രിസ്തുസഭ നിൽക്കുന്നത് അങ്ങനെ കരമേറിയ വെളിപ്പാടിൽ. അതുകൊണ്ടാണ് കർത്താവ് ചോദിച്ചു, നിങ്ങൾക്കും എന്നെ വിട്ടു പോയിക്കൂടായോ? അപ്പോൾ ശിമോൻ പറയുന്ന പദമാണ്, നിന്നെ വിട്ടെവിടേക്ക് ഞങ്ങൾ പോകും? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലാണ്. അതെ, കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങുന്ന ഒരു ആത്മീകനെ കത്തിക്കുന്നൊരു തീവ്രമായ വെളിപ്പാടാണ് നിത്യവീടിൻ്റെ വെളിപ്പാട്. അതെ, പൗലോസ് ഇത് എഴുതുമ്പോൾ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ, സ്വർഗം, സ്വർഗാതിസ്വർഗം, അത്യുന്നത സ്വർഗം, താനെത്തിയ സ്ഥലം അത്യുന്നത സ്വർഗത്തിൽ ആത്മാവിൽ എടുക്കപ്പെട്ടു. സ്വർഗം ആകാശമണ്ഡലമാണ്. അവിടെയാണ് സാത്താൻ നിന്നു എന്ന് നമ്മൾ വായിക്കുന്നതൊക്കെ സ്വർഗം ആകാശമണ്ഡലമാണ്. അപ്പോൾ അതിൻ്റെ മീതെ സ്വർഗാതിസ്വർഗമാണ്. ദൂതന്മാരുടെ ആരാധനയുടെ കേന്ദ്രമാണ്. സെറാഫികൾ, കെരൂബികൾ, അങ്ങനെ ദൈവത്തിൻ്റെ ആരാധനയുടെ വൃന്ദം, ദൂതന്മാരുടെ വിശ്രമ കേന്ദ്രം എന്ന് പറയുന്നത് സ്വർഗാതിസ്വർഗമാണ്.
അവിടെ നിന്നാണ് ദൂതന്മാരൊക്കെ താഴേക്ക് വന്നത്. മൂന്നാമതാണ് അത്യുന്നത സ്വർഗം. അതാണ് നമ്മൾ കരുതുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇരുന്നരുളുന്ന അത്യുന്നത സ്വർഗം. അതുകൊണ്ടാണ് യോഹന്നാൻ 3:13 പറയുന്ന സ്വർഗത്തിൽ നിറങ്ങി വന്നവനായി യേശു അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. അതിൻ്റെ അർത്ഥം ദൂതന്മാർ കടന്നു വന്നു എന്നത് സത്യമാണ്, പക്ഷെ അവരൊക്കെ വന്നത് സ്വർഗാദി സ്വർഗത്തിൽ നിന്നാണ്. എന്നാൽ യേശു വന്നത് അത്യുന്നത സ്വർഗം, മൂന്നാം സ്വർഗം. അപ്പോൾ പൗലോസ് ആത്മാവിൽ എടുക്കപ്പെട്ടത് അത്യുന്നത സ്വർഗം വരെയാണ്. അവിടെയാണ് താൻ കണ്ടത് ആ നിത്യവീടിൻ്റെ വെളിപ്പാട്. ആ വെളിപ്പാടിലേക്ക് ഒരു ആത്മീകൻ എത്തിച്ചേരുമ്പോൾ എന്നിൻ്റെ കഷ്ടങ്ങൾ അവൻ മറക്കുകയാണ്, ഇഹലോകത്തിൻ്റെ പ്രശ്നങ്ങൾ അവൻ മറക്കുകയാണ്. കാരണം അവൻ്റെ അകത്തേക്ക് നിറയുന്നത് നിത്യവീടിൻ്റെ തീവ്രമായ വെളിപ്പാടാണ്. എൻ്റെ പ്രിയരെ, നമുക്ക് വേണ്ടത് ആ നിത്യവീടിൻ്റെ തീവ്രമായ വെളിപ്പാടാണ്. ഇന്ന് പലർക്കും നഷ്ടമായതും ഇന്ന് പലർക്കും ജീവിതത്തിൽ കൈമോശം വന്നതും ഈ നിത്യതയുടെ വെളിപ്പാടാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച കഴിഞ്ഞ തലമുറയിലെ പിതാക്കന്മാർ അവർ പ്രാപിച്ചത്, അവർ കേട്ടത്, അവർ അകത്ത് സൂക്ഷിച്ചത് നിത്യതയുടെ വെളിപ്പാടാണ്. കഴിഞ്ഞ തലമുറയുടെ സന്ദേശങ്ങൾ പോലും നിത്യതയുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഇന്നോ കർത്താവ് പറഞ്ഞ പലതും നമ്മൾ പറയാതെ പോവുക. ഇന്ന് പലപ്പോഴും കർത്താവ് പറയരുതെന്ന് പറഞ്ഞത് നാം അറിയാതെ പറയുകയാണ്. കർത്താവ് അത്ഭുതങ്ങൾക്ക് ശേഷം പറഞ്ഞൊരു കാര്യമുണ്ട്: ആരും അറിയരുത്, ആരോടും പറയരുത്, ഇത് പ്രസിദ്ധമാക്കരുത്. പക്ഷേ പറയാൻ പറഞ്ഞത് സുവിശേഷമാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അകത്തേക്ക് നിറയേണ്ടത്, കഴിഞ്ഞ തലമുറ ഉറക്കെ പറഞ്ഞത് കർത്താവിൻ്റെ വരവാണ്. കർത്താവിൻ്റെ വരവിലെ ഭാഗ്യാവസ്ഥയാണ്, നിത്യതയിലേക്കാണ് കഴിഞ്ഞ തലമുറയുടെ കണ്ണ് പതിച്ചത്. കുമ്മനാടിൻ്റെ മണ്ണിൽ നിന്നിറങ്ങിയ അമ്മച്ചി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ തൻ്റെ പിതൃസ്വത്ത് തരാതെ ആട്ടിപ്പുറത്താക്കി. പിന്നീട് തനിക്ക് കത്ത് വന്നു: അന്നമ്മയെ തിരികെ വാ, നിന്റെ പിതൃസ്വത്ത് വാങ്ങി കർത്തൃവേല ചെയ്യാൻ. എന്നാൽ അന്ന് ആ മാതാവ് തൻ്റെ ഭവനത്തിലേക്ക് തിരികെ അയച്ചത്: ഞാൻ ഇറങ്ങിയത് വീടോ വസ്തുവോ കണ്ടിട്ടല്ല, സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാണ്, മേലുള്ള യെരൂശലേം നിത്യഗ്രഹം, നിത്യതയുടെ ഘനമേറിയ വെളിപ്പാടാണ് ആ വൃദ്ധയെ നയിച്ചതെങ്കിൽ ഓർക്കണം, എന്നിൻ്റെ സുഖങ്ങളല്ല നമ്മെ നയിക്കേണ്ടത്, ഭൗതികതയുടെ ഏറ്റക്കുറച്ചിലുകളല്ല നമ്മെ നയിക്കേണ്ടത്, നിത്യതയുടെ തീവ്രമായ വെളിപ്പാടാണ്. റാന്നിയുടെ സമീപത്ത് കരിയമ്പലാവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കർത്തൃവേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ പ്രിയ പിതാവ് C.S. മാത്യു, അദ്ദേഹം തൻ്റെ 11 മക്കളിൽ 8 പേരെയും മരണത്തിലൂടെ ലോകത്തു നിന്ന് മാറ്റപ്പെടുന്ന കണ്ടിട്ടും കർത്താവിന് വേണ്ടി ഇറങ്ങി ശക്തിയോടെ പോരാടിയ ആ പിതാവ് തൻ്റെ മകൻ്റെ മരണശേഷം ശുശ്രൂഷ കഴിഞ്ഞ് ഓലക്കീറ് ചാരിയ കൂരയ്ക്കകത്ത് വിശ്രമിക്കുമ്പോൾ താൻ കണ്ടു തേജസ്കരിക്കപ്പെട്ട കർത്താവിൻ്റെ രൂപം. ആ രൂപം കണ്ട മാത്ര ആ പിതാവ് പെട്ടെന്ന് കോറിയിടുകയാണ്: എൻ പ്രിയനെ പോലെ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരനാം മനോഹര, നിന്നെ പിരിഞ്ഞ് ഈ ലോകയാത്ര. പ്രിയപ്പെട്ടവരെ, എത്ര തീവ്രമായിരുന്നു ആ വെളിപ്പാട്. കർത്താവിൻ്റെ ദാസൻ M.V. ചെറിയാൻ സാറ് കോഴഞ്ചേരി കുറിയന്നൂരിൽ നിന്ന് മധുരയിലേക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ടി കടന്നുപോയി. തൻ്റെ ജീവിതത്തിൽ ആർത്തിരമ്പിയ പ്രതിസന്ധികളുടെ നടുവിൽ കർത്താവിന് വേണ്ടി ധീരപോരാട്ടം കഴിച്ച ആ പ്രേക്ഷിതൻ താൻ തെങ്കാശിയിൽ വന്ന് പുനലൂരിൽ നിന്ന് കുമ്പനാട്ടേക്ക് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ തലേരാത്രി പ്രസംഗിച്ച യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ 7 മൊഴികൾ തന്നെ വല്ലാതെ സ്വാധീനിച്ചു. ആ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പതിവായി ഉറങ്ങുന്ന ആളാണ്, പക്ഷെ അന്ന് ഉറങ്ങിയില്ല. ക്രൂശിനെ ധ്യാനിച്ചു വന്ന് താൻ ഒരു പാട്ടോടെയാണ് കുമ്പനാട് ഇറങ്ങുന്നത്: സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാ. താൻ പറയുന്നു: ലോകമേതും യോഗ്യം അല്ലെനിക്കതാൽ, ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. നാഥന് മുൾമുടി നൽകിയ ലോകമേ നീതരും പേരെനിക്കെന്തിനാ. അതെ, കഴിഞ്ഞ തലമുറയെ ചലിപ്പിച്ച വെളിപ്പാട് നിത്യതയുടെ വെളിപ്പാടാണ്. പരിശുദ്ധാത്മാവ് പറയുന്നു: ഇന്നിൻ്റെ യുവജനങ്ങൾ, ഇന്നിൻ്റെ ആത്മീക ലോകം, ഇന്നിൻ്റെ ശുശ്രൂഷക ലോകം മടങ്ങി വരേണ്ടിയിരിക്കുന്നു. അതെ, നമുക്ക് ഒരുങ്ങാം. നമ്മുടെ കർത്താവ് വരാറായി, നമ്മുടെ കർത്താവിൻ്റെ വരവ് വാതിൽക്കലായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിത്യവീടിനെ കുറിച്ച് ഒരു വെളിപ്പാട് പ്രാപിക്കണം. അതെ, യോഹന്നാൻ ആത്മാവിൽ പ്രാർത്ഥിച്ച് പത്മോസിൽ കിടക്കുമ്പോൾ തൻ്റെ വെളിപ്പാടിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ വെളിപ്പാട് 21:9 പറയുന്നു: വരിക,
ഞാൻ കുഞ്ഞാടിന്റെ മണവാട്ടിയെ കാണിച്ച അവനെ ഉയർന്നൊരു വൻമലയിലേക്ക് കൊണ്ടുചെന്നു. ഭർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ട മണവാട്ടിയെ പോലെ പുതിയൊരു യെരൂശലേം എന്ന നഗരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നതായി ഞാൻ കണ്ടു. മുത്തുകളാൽ നിർമ്മിക്കപ്പെട്ട 12 രത്നങ്ങൾ അടിത്തറയിട്ട മനോഹരമായ ആ സൗധം. താൻ അതിന്റെ മതിൽ കാണുകയാണ്. മതിൽ സ്ഫടിക തങ്കതുല്യം നിർമ്മിതമായ വഴി താൻ കാണുകയാണ്. മതിലിന്റെ അടിത്തറ ദഖവർണി, പീതരത്നം, ഗോമേതകം, മാണിക്യം, മരതകം, പുഷ്യരാഗം, സുഗന്ധി രത്നം അടിത്തറയിട്ട മതിൽ. മതിലിന്റെ അടിത്തറ ഇത്ര മനോഹരമായ രത്നങ്ങളാലാണെങ്കിൽ താൻ ആ വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കുക. ആത്മാവിൽ വീടിന്റെ നീളവും വീതിയും ഉയരവും സമമാണ്. 12,000 സ്റ്റേഡിയൻ, 1200 നാഴിക, 12,000 സ്റ്റേഡിയൻ, 12,000 ഫർലോങ്, 1500 മൈൽ, ഏകദേശം 2400 കിലോമീറ്ററോളം നീളം, വീതി, ഉയരമുള്ള മനോഹരമായ ഭവനം. അതെ, ആ വീടിന്റെ അകത്തേക്ക് കയറുമ്പോൾ താൻ ആ ഭംഗി വർണ്ണിക്കുന്നത് രത്നങ്ങളാൽ മതിലിന്റെ അടിത്തറ താൻ ഉപമിച്ചു കഴിഞ്ഞു. ശേഷം ആ വീടിന്റെ അകത്തേക്ക് കയറുമ്പോൾ വർണ്ണിക്കാൻ പറ്റാത്തതിനാൽ തൻ്റെ വാക്കുകൾ ഇല്ല, ഉണ്ട്, കാണാനില്ല, കണ്ടില്ല എന്ന പദങ്ങളാണ്. കാരണം രാത്രി അവിടെ ഇല്ല. കുഞ്ഞാടാണ് വിളക്ക്. അവിടെ നമ്മൾ രാജാവിനെ പോലെയാ. അവിടെ സൂര്യൻ്റെ ആവശ്യമില്ല, അവിടെ രാത്രിയില്ല, അവിടെ ശാപമില്ല, അവിടെ കണ്ണുനീരില്ല, അവിടെ മുറവിളിയില്ല, അവിടെ വേദനകളില്ല, അവിടെ നിലവിളിയുടെ ശബ്ദമില്ല, അവിടെ മരണമില്ല, അവിടെ കഷ്ടമില്ല. എത്ര ഭാഗ്യമാണത്! ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം. ഈ വെളിപ്പാടിലാണ് ദൈവസഭ നിന്നതെങ്കിൽ പ്രിയരെ, പ്രത്യാശയുടെ അടിത്തറ 3 അറിവുകളിലാണ്. 1, ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ്. 2, നാം ആര്, എന്തിന് എന്ന അറിവിലാണ്. 3, നിത്യ വീടിൻ്റെ അറിവിലാണ്. ആകയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആർത്തിരമ്പി വരുന്ന ജീവിതത്തിൽ മുൻപോട്ട് ആത്മീക ജീവിതം നയിക്കാൻ ഈ 3 അറിവുകൾ അകത്ത് പ്രാപിക്കണം. അതോ ഇതോ എന്നുള്ള ചിന്തകൾ മാറ്റിവെക്ക്. കർത്താവിൻ്റെ കൃപ അനുഭവിക്കാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയ കർത്താവേ, എൻ്റെ കേൾവിക്കാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. ദൈവമേ, ഇപ്പോൾ തന്നെ പ്രത്യാശയുടെ അടിത്തറ പാകുന്ന ഈ വെളിപ്പാടിലേക്ക് ജനം നിറയട്ടെ. പാപം ഇവരെ മാടി വിളിക്കാതെ, ലോകത്തിൻ്റെ ആഡംബരങ്ങളിൽ ഇവർ വീണു പോകാതെ, ഈ ലോകത്തിൻ്റെ സുഖങ്ങൾക്ക് മുൻപിൽ തളർന്നു പോകാതെ, പ്രത്യാശ അകത്ത് സൂക്ഷിച്ച് നിത്യതലാക്കാക്കി ഓടാൻ ഒരു ഊർജം പ്രിയപ്പെട്ടവരുടെ മേൽ പകർന്നാട്ടെ. കർത്താവേ, ഇവരെ വലിച്ചകറ്റുന്ന പൈശാചിക മണ്ഡലങ്ങളിൽ നിന്ന് ഇവർ വിടിവിക്കപ്പെടട്ടെ. കർത്താവേ, ഈ വചനം പറയുമ്പോൾ തന്നെ ഇവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ മേൽ, പ്രശ്നങ്ങളുടെ മേൽ ഈ വചനത്തിൻ്റെ സ്വാന്തനം വെളിപ്പെടട്ടെ. രോഗബന്ധനങ്ങൾ അഴിയട്ടെ, നിരാശകൾ മാറട്ടെ, ശുശ്രൂഷയിൽ കരുത്തരാകട്ടെ, ആത്മിക നവോത്ഥാനം ഉണ്ടാകട്ടെ. വലിയ അനുഗ്രഹമാകണം. വലിയ അത്ഭുതം കർത്താവ് ചെയ്താട്ടെ. വലിയ നിലയിൽ പ്രത്യാശ ശക്തിപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് വരാറായി. ആമേൻ.